എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എയർ ലെയറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. എയർ ലെയറിങ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് 45 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ഞാനത് റിലീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത പടിയായിട്ട് മറ്റൊരു വീഡിയോ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിന്ന് എയർ ലെയറിങ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. എയർ ലെയറിങ് എന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 45 ദിവസം മുമ്പ് ചെയ്തതാണ്. അതൊന്ന് മാവിൻ്റെ കൊമ്പിൽ നിന്ന് വെട്ടിയെടുത്ത് ഗ്രോ ബാഗിലേക്ക് മാറ്റി. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് അതുപോലെ ചെയ്യാം. വീട്ടിൽ നല്ല വെറൈറ്റി മാവുകളിൻ്റെ കമ്പുകൾ നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ലെയർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മാവുകളുണ്ടെങ്കിൽ അതിൻ്റെ കമ്പുകൾ നമുക്ക് എയർ ലെയർ ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി നടാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ അതിനെ പറ്റിയ ഒരു കമ്പ് സെലക്ട് ചെയ്തു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്പ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വേണമെന്നില്ല, 1.5 ഇഞ്ച് ഗ്യാപ്പിൽ അതിൻ്റെ തൊലി നമ്മൾ എടുത്ത് കളയണം. അതിനാദ്യം 2 റിങ് ഇടും. രണ്ടറ്റത്ത് മുകളിലും താഴെ ഓരോ റിങ് പോലെ കത്തി കൊണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഇടയിലുള്ള തൊലി പതുക്കെ നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തൊലി നമ്മൾ നീക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ്റെ മിഡിലായിട്ട് നമ്മൾ കമ്പ് എന്ന് പറയും. കമ്പ് അതായത് അവിടെ നിന്നാണ് ഈ ഇലയും മുകുളങ്ങളൊക്കെ പൊട്ടി വരിക. അങ്ങനത്തെ ഒരു പോയിൻ്റ് ഉണ്ട്, കമ്പെന്ന് പറയും. അത് ആ ഭാഗം നോക്കി സെലക്ട് ചെയ്യണം. അവിടെ നിന്നാണ് പുതിയ വേരുകൾ പൊട്ടി വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്ന് തൊലിയെടുത്ത് കളയണം. 1 ഇഞ്ച് മുകളിലേക്കും 1 ഇഞ്ച് താഴേക്കും. അപ്പോൾ ടോട്ടൽ ഒരു 2 ഇഞ്ചായി. 2 ഇഞ്ച് വരെ മാക്സിമം പോവാം. 2 ഇഞ്ച് കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ നടുവിൽ നമ്മൾ തൊലിയെടുത്ത് കളഞ്ഞ ഭാഗത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കണ്ണ് എന്ന് പറയുന്ന ഒരു സാധനം കാണാം. ഐ അല്ലെങ്കിൽ കണ്ണെന്ന് പറയും. അവിടെ നിന്നാണ് പുതിയ വേര് പൊട്ടി വരിക. അപ്പോൾ അത് ഞാനതൊന്ന് ക്ലോസപ്പ് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയി, എടുത്തിട്ടില്ല. ഇനി ചെയ്യുമ്പോൾ ഞാനെടുത്ത് കാണിച്ചു തരാം. ഐ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു കണ്ണെന്നാണ് അതിന് പറയാം സയൻറ്റിഫിക്കലി. അപ്പോൾ നമ്മൾ തൊലി ഏകദേശം മുറിച്ച് കളഞ്ഞു. ഇനി അതൊന്ന് പതുക്കൊന്ന് ചിരണ്ടി കളയണം. അതിൽ നമ്മുടെ തൊലിയുടെ അംശങ്ങൾ അവിടെ നിന്നാൽ ആ അംശങ്ങൾ വളർന്ന് 2 ഭാഗത്തെ തൊലികൾ തമ്മിൽ ഒരു കണക്ഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ വെള്ളവും മറ്റു വളം സാധനങ്ങൾ അതിൽ കൂടെ മൂവ് ചെയ്യും. അപ്പം ഉണ്ടാവും. അങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടായാൽ പിന്നെ വേര് വരില്ല. അപ്പോൾ ആ മൂവ്മെൻറ്റിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യണം. തൊലിയെടുത്ത് കളഞ്ഞിട്ട് വാട്ടറും മറ്റേ മിനറൽസ് വളങ്ങൾ അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അത് നല്ല ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ തൊലിയുടെ അംശങ്ങളുണ്ടെങ്കിൽ അത് വളർന്ന് അതിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ പിന്നെ നമുക്കവിടെ വേര് വരില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആ തൊലി എടുത്ത് കളഞ്ഞ ഭാഗം ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഇതിൽ വീഡിയോയിൽ കാണാം. നല്ല വെളുത്ത കളറിൽ ഏകദേശം ഒരു 2 ഇഞ്ച് സ്പേസ് നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പോട്ടിംഗ് മിക്സ് ഒരു പേപ്പറിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് അവിടെ വയ്ക്കുകയാണ്. പോട്ടിംഗ് മിക്സും ഇത്തിരി ചകിരിച്ചോറും കൂടെ ചേർത്തിട്ടുണ്ട്. കറ കളഞ്ഞ ചകിരിച്ചോറ്, അസിഡിറ്റി കുറച്ച ചകിരിച്ചോറ്. അതൊരു 3 ദിവസമെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2-3 തവണ അതിൻ്റെ വെള്ളം മാറ്റി അതിൻ്റെ അസിഡിറ്റി കംപ്ലീറ്റ് കളയണം. അസിഡിറ്റി ഉണ്ടെങ്കിൽ ഇതൊന്നും പിടിക്കില്ല. വേരുകൾ വന്നാലും പെട്ടെന്ന് ഇളയ വേരുകൾ നശിച്ചു പോകും. അപ്പോൾ നമ്മളത് വെച്ച് ആ പോട്ടിംഗ് മിക്സും ചകിരിച്ചോറും കൂടി ചേർത്ത മിശ്രിതം വെച്ച് ആ മുറിവിൻ്റെ ചുറ്റും വരത്തക്ക രീതിയിൽ വെച്ച് കെട്ടുകണം. മൂന്ന് കെട്ടിടുന്നുണ്ട്. 2 അറ്റത്ത് ഒരേ കെട്ട്, നടുവിലൊരു കെട്ട്. മേലത്തെ കെട്ട് ഞാനിപ്പോൾ അധികം ടൈറ്റ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ അതിൽ കൂടെ കുറേശ്ശെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൽ നനവ് പോകാൻ പാടില്ല.
ഈർപ്പം അത് നിലനിൽക്കണം. അപ്പം നമ്മുടെ പ്രോസസ്സ് ഏതാണ്ട് പൂർത്തിയായി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഒരുപാട് അഗ്രികൾച്ചർ വീഡിയോസ് ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ചാനലുണ്ട്, അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അവിടെയും പോയി കാണാം. @കർഷകൻ1 എന്ന് പറഞ്ഞ് മറ്റൊരു ചാനലുണ്ട്. അതിലും കുറേ അഗ്രികൾച്ചർ വീഡിയോസ് ഉണ്ട്, ജനറൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി. നമസ്കാരം.